മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ലേഖയുടെ വാക്ക് കേട്ടിട്ട് മഞ്ജു അവിടെ കമലേശ്വരത്തേക്ക് വരികയാണ് കേട്ടോ. അതിനുശേഷം ദുർഗയോട് പറയുകയാണ് കുഞ്ഞിനെ തൊട്ടു പോകരുത് എന്ന് പറഞ്ഞ് താക്കീത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നീട് മഞ്ജു ഒരു കാര്യം തീരുമാനിക്കുകയാണ്. താൻ എന്തായാലും ശരി കുറച്ച് ദിവസം ഇവിടെ നിൽക്കുകയാണ്, ഓണം കഴിഞ്ഞിട്ടേ താൻ പോകുന്നുള്ളൂ എന്ന് തീരുമാനിക്കുകയാണ് കേട്ടോ. അതേസമയം ഉണ്ണിയോട് ഡോക്ടർ പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല, തനിക്ക് പതുക്കെ പതുക്കെ നടക്കുക, മരുന്നുകളും ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്യണം കേട്ടോ. അവർ വരികയാണ്. കരുണയും അതുപോലെ ഉണ്ണിയും കൂടി അങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ മഞ്ജു ആയിരിക്കും ഡോറ് തുറക്കുക. നീ എപ്പോഴാണ് ഇവിടെ വന്ന് ചോദിക്കും. എന്താ എനിക്കിവിടെ വന്നുകൂടാന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അന്നേ ഒരു കാര്യം അറിഞ്ഞോളി, ഞാനും സാഗരേട്ടനും കൂടിയിട്ട് ഇനി ഇവിടെ താമസിക്കാൻ പോവുകയാണ്, ഞങ്ങൾ ഓണം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ കരുണയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു പോവുകയാണ് കേട്ടോ. അതേസമയം പ്രതാപൻ മുത്തശ്ശിയുടെ അടുത്ത് പറയുന്നുണ്ട്, എൻ്റെ മോള് വളരെ വിഷമിച്ചിട്ടാണ് പോയിരിക്കുന്നത്, എന്തായാലും ശരി അമ്മേ, അവൾ ഓണത്തിന് സന്തോഷമായിട്ടിരിക്കണം, അതിന് വേണ്ട ഏർപ്പാടുകളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണ്. എന്തായാലും ആ ലേഖയുടെ വീട്ടിൽ കൂട്ടക്കരച്ചിലായിരുന്നു, അത് ഉറപ്പായ കാര്യമാണ്. അവർക്ക് അതിനുള്ള സാഹചര്യമെല്ലാം ഞാൻ ശരിയാക്കിയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പ്രതാപം പറയുകയാണ് കേട്ടോ. ഇപ്രാവശ്യം എന്തായാലും പഴക്കില്ല, അത്രയ്ക്ക് കറക്റ്റായിട്ടാണ് ചെയ്യുന്നത്. കാരണം ആ കുഞ്ഞിനെ എടുത്ത് ദൂരെ വലിച്ചെറിയാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ വിഷം കൊടുക്കാനോ കൊല്ലാനോ ഒന്നുമല്ല പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുകയാണ് കേട്ടോ. ആ സമയത്ത് തന്നെ മുത്തശ്ശി പറയുന്നുണ്ട്, പ്രതാപ അത് വേണോ, ഇനി അതിൻ്റെ പേരിൽ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വരുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഒന്നും സംഭവിക്കില്ല അമ്മ ധൈര്യമായി ഇരിക്കുകയെന്ന് പ്രതാപ മുത്തശ്ശിയോട് പറയുകയാണ് കേട്ടോ. മുത്തശ്ശിക്ക് ആകെ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ട്, എങ്കിലും നമ്മുടെ കുഞ്ഞിനെ ഒന്നും സംഭവിക്കില്ല, നമ്മുടെ കുഞ്ഞ് സുഖമായിരിക്കും. പക്ഷേ ഇനി വരുന്ന വീഴ്ച പ്രതാപന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്തായാലും ശരി, വൈകുന്നേരത്തെ എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.